ഇന്ത്യക്ക് ഒരു ജയശങ്കർ മതിയോ? മഹാരാഷ്ട്രയിലെ പൂനെയിൽ സിംബയോസിസ് ഇന്റർനാഷണലിന്റെ 22ാമത് ബിരുദാനന്തര ചടങ്ങിൽ സംസാരിക്കുമ്പോൾ ഉയർന്ന ഒരു ചോദ്യമാണ്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറോടായിരുന്നു സദസ്സിലിരുന്നവർ ഈ ഒരു ചോദ്യം ഉന്നയിച്ചത്. ചോദ്യത്തെക്കാൾ ഇപ്പോൾ ശ്രദ്ധ നേടിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ മറുപടിയാണ്. അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: ഇന്ത്യക്ക് ഒരു ജയശങ്കർ മതിയോ എന്ന ചോദ്യം തന്നെ തെറ്റാണ്. ഇന്ത്യക്ക് ഒരു മോദി മതിയോ എന്നതാണ് യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടത്. നേതാക്കളുടെ കാഴ്ചപ്പാടിലൂടെയാണ് ഓരോ രാജ്യവും വളരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടും ആത്മവിശ്വാസവും നേതൃത്വവുമാണ് ഇന്ന് രാജ്യത്തിന്റെ വിദേശത്തിന്റെ ഉൾപ്പെടെയുള്ള എല്ലാ മാറ്റങ്ങളുടെയും അടിസ്ഥാനം. ശ്രീരാമന്റെ ദൗത്യം നിറവേറ്റുന്ന ഹനുമാനെ പോലെയാണ് ഞാൻ. എൻ്റെ കടമകൾ ഓരോന്നായി തന്നെ ചെയ്യുന്നത് എന്നതായിരുന്നു അദ്ദേഹം നൽകിയ മറുപടി. ഈ മറുപടിയാണ് ഇപ്പോൾ സൈബർ ഇടങ്ങളിലടക്കം കയ്യടി നേടിയിരിക്കുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത. വിദേശകാര്യമന്ത്രി എന്നതിനാൽ ഉപരിയായി തന്നെ ശ്രീരാമന് ഹനുമാൻ എന്നതുപോലെയാണ് അദ്ദേഹം ഓരോ ദൗത്യങ്ങൾ ചെയ്യുന്നത് എന്നതാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ഇതിനെ കൈകാര്യം ചെയ്യുന്ന രീതി ഇവിടെ എടുത്തു പറയേണ്ടതാണ്. അതായത് ജയശങ്കർ കൈക്കൊള്ളുന്ന ഓരോ രീതി എടുത്തു പറയേണ്ടതാണ്. കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നതിലുപരിയായി തന്നെ കൂടുതലും അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തി അത് പരിഹരിക്കാനുള്ള ശ്രമമാണ്, അല്ലെങ്കിൽ അത്തരമൊരു രീതിയാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. 99% അത് വിജയം കൈവരിച്ചിട്ടുണ്ട് എന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. നിരന്തരം സഖ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന കൂട്ടുകക്ഷി രാഷ്ട്രീയത്തിന് സമാനമാണ് ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇന്നത്തെ ലോക സാഹചര്യം. ഈ സാഹചര്യം കൃത്യമായി മനസ്സിലാക്കി ഇന്ത്യ സമർത്ഥമായി തന്നെ സ്വന്തം താല്പര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുകയാണ് എന്നതായിരുന്നു അദ്ദേഹം ഇതിനായി തന്നെ മറ്റൊരു നൽകിയ മറുപടി. യൂറോപ്യൻ രാജ്യങ്ങൾ കുടിയേറ്റത്തെക്കുറിച്ചുള്ള ആശങ്കകളിലും ചർച്ചകളിലും ഏർപ്പെട്ടിരിക്കുകയാണ് എന്നും അതേസമയം ഇന്ത്യൻ തൊഴിലാളികൾക്ക് രാജ്യത്തിന്റെ പുറത്ത് ആവശ്യക്കാർ ഏറെയാണ് എന്നതാണ് മറ്റൊരു വസ്തുത. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഡയറക്ടർ യുവരാജ് മാലിയുമായി തന്നെ മറ്റൊരു വിഷയവുമായി സംസാരിക്കവെയാണ് ഇക്കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുന്നത്. മാറുന്ന ലോകത്തെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാട് അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തത്. നമ്മുടെ രാജ്യത്ത് കൂട്ടുകക്ഷി രാഷ്ട്രീയത്തിന്റെ ആ കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നത്തെ ലോകമാകട്ടെ കൂട്ടുകക്ഷി രാഷ്ട്രീയത്തിന് സമാനമാണ്. ആർക്കും ഭൂരിപക്ഷമില്ല. ഒരു കൂട്ടുകക്ഷി പോലും ഭൂരിപക്ഷം ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നത് ചോദിച്ചാൽ തന്നെ ലോകത്ത് നിരന്തരം പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. പുതിയ ഇടപെടലുകൾ നടത്തപ്പെടുന്നു. ചിലർ ഉയരുന്നു, ചിലർ വീഴുന്നു. ലോകം ഇപ്പോൾ പൂർണ്ണമായും തന്നെ ബഹുസ്വരമാണ്. അവിടെ എല്ലാവർക്കും ഒന്നിലധികം പങ്കാളികളുണ്ട് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. നാം വളരെ ജാഗ്രതയോടെ തന്നെ പ്രവർത്തിക്കണം. ചിലപ്പോൾ ഒരു വിഷയത്തിൽ നാം ഒരാളോടൊപ്പം തന്നെ ആയിരിക്കും നിലകൊള്ളേണ്ടത്. അതേസമയം മറ്റൊരു വിഷയത്തിൽ മറ്റൊരാളോടൊപ്പം ആയിരിക്കും അതിനുള്ള അവസരം ലഭിക്കുക. ഇത്തരം സാഹചര്യത്തിൽ എല്ലാ സമയത്തും ഞാൻ പിന്തുടരുന്ന തത്വം ഒന്ന് മാത്രമാണ്: എന്തായിരിക്കും എൻ്റെ രാജ്യത്തിന് ഗുണകരമാകുന്നത്, അത് എൻ്റെ രാജ്യത്തിന് ഗുണകരമാകുമോ എന്താണോ അതായിരിക്കും താൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ താൻ അത് തിരഞ്ഞെടുക്കുക എന്നതാണ് അദ്ദേഹം പറയുന്നത്. ലോകത്തിലെ പ്രധാന ശക്തികളുമായുള്ള ഇന്ത്യയുടെ ആ ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തിലെ ഭാഗത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ രാജ്യത്തിന്റെ വിദേശ നയം കൈകാര്യം ചെയ്യുന്നത് കൂടുതൽ സങ്കീർണമായി തന്നെ തോന്നുന്നു എന്നതാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ആ പുസ്തകം എഴുതുന്നതിനിടയിൽ തന്നെ ഒറ്റ വാചകത്തിൽ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള വിദേശത്തെ അതിനെ വിശേഷിപ്പിക്കുവാൻ വാക്കുകൾ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചായിരുന്നു പിന്നെ തൻ്റെ ചിന്ത എന്നതായിരുന്നു അദ്ദേഹം പറയുന്നത്. അമേരിക്കയുമായി ഇടപഴകുക, ചൈനയെ കൈകാര്യം ചെയ്യുക, റഷ്യക്ക് ഉറപ്പ് നൽകുക എന്നിവയെല്ലാം തന്നെ നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ സങ്കീർണമായിരുന്നുവെന്നും അദ്ദേഹം ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ആയതിനാൽ തന്നെ ഈ ഒരു ചോദ്യവുമായി ബന്ധിപ്പിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ വാക്കുകൾ വളരെയധികം സ്പഷ്ടമായി മറ്റൊരാളിലേക്ക് ആഴത്തിൽ തറച്ചു കയറുന്നത് തന്നെയാണ് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് അദ്ദേഹം മോദി എന്താണോ ദൗത്യങ്ങൾ ഏൽപ്പിക്കുന്നത് ആ ദൗത്യങ്ങളെല്ലാം താൻ നിറവേറ്റുന്ന ഒരു ഹനുമാൻ എന്ന ഒരു വിശേഷണമാണ്. ഹനുമാനെ പോലെ താൻ ഇതെല്ലാം നിറവേറ്റുന്നു എന്ന വിശേഷണമാണ് അദ്ദേഹം സ്വയം ഇവിടെ നൽകിയിരിക്കുന്നത്. അതിന് അനുയോജ്യമായ കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം ഇവിടെ ചെയ്ത് ഇന്ത്യക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി അദ്ദേഹം ചെയ്തു നൽകുന്നു എന്നതാണ് ഇദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.